വല്ലാത്ത ചതീത് ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റൂബി എല്ലാവർക്കും അറിയാലോ. റൂബിയെ നമ്മൾ ഗ്രൂം ചെയ്യിക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗായിരിക്കും. അവിടെ ചെന്നിട്ട് ഗ്രൂം ചെയ്യിക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫുൾ വ്ളോഗായിട്ട് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ചെറിയ വ്ളോഗായി പോകും. നമുക്ക് എന്തായാലും നോക്കാം. ഞങ്ങൾ റൂബിയെ ഗ്രൂം ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. സത്യം പറഞ്ഞാൽ റൂബി ഞങ്ങൾ കൊച്ചിലെ റൂബിയുടെ ഭയങ്കര ചെറിയ പ്രായത്തിൽ ഞങ്ങൾ 1-2 സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതല്ലാതെ വേറെ എങ്ങോട്ടും ഞങ്ങൾ പുറത്തങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ആകെപ്പാടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് കാറിൽ കയറുമ്പോഴേ ഇഞ്ചക്ഷൻ എടുക്കാനാണോ പോകുന്നതെന്നുള്ളൊരു വെപ്രാളമൊക്കെയാണ് എപ്പോഴും. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫുൾ കൈയുള്ള ഉടുപ്പൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. അതായത് അവൾ വെപ്രാളം കുടിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ വെപ്രാളം പിടിക്കുമ്പം നമ്മുടെ ദേഹത്ത് ചിലപ്പം ഇങ്ങനെ അള്ളുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ പേടിച്ചിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ തപ്പി കണ്ടുപിടിച്ചൊരു ഉടുപ്പൊക്കെ എടുത്തിട്ടിരിക്കുക കൈയൊക്കെ വെച്ചിട്ട്. ഇപ്പം കാണുന്ന റൂബി ആയിരിക്കത്തില്ല ഇനി ഗ്രൂമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താവുമെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഗ്രൂം ചെയ്തിട്ട് വരാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഗ്രൂം ചെയ്യിക്കുന്നതിന് മുമ്പുള്ള റൂബിയുടെ ഒരു അപ്പിയറൻസ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. റൂബിക്കുട്ട, നമ്മളിന്ന് ഗ്രൂം ചെയ്യാൻ പോവാണോ? മുടി വെട്ടി സുന്ദരിയാവാൻ പോവാണോ? നമ്മൾ സുന്ദരിയാവാൻ പോവാണോ? ഇതാണ് റൂബിയുടെ ഇപ്പോഴത്തെ കോലം അല്ലേ റൂബി? സുന്ദരിയാവണ്ടേ? റൂബി ഫുഡെല്ലാം കഴിച്ച് നല്ല മിടുക്കി കുട്ടിയായിട്ട് കിടക്കുകയാണ്. ഇനി നമുക്ക് പോയി നല്ലോണം മുടിയൊക്കെ വെട്ടി സുന്ദരിയായിട്ട് വരാം. ഇപ്പം ഒരുപാട് ഇങ്ങനെ പൂടയൊക്കെ പൊഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ മുടിയൊക്കെ ഇങ്ങനെ വളർന്ന് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുക. ഇനി അവിടെ പോയിട്ട് എന്താവുമെന്ന് അറിയത്തില്ല. ഭയങ്കര വാശിക്കാരിയും ഭയങ്കര ഒരു പ്രത്യേക ടൈപ്പ് കുട്ടിയാണ്. ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ 10 പേര് നിന്നാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇനി ഗ്രൂം ചെയ്യുമ്പോൾ എന്താവുന്നെന്ന് കണ്ടിട്ടറിയാം. റോബി പേടിച്ച് പേടിച്ച് വിളിക്കാൻ നീ നാണക്കേടാ കേട്ടാ. റൂബി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവൾ കാറിൽ വരാൻ നേരത്തൊക്കെ ഭയങ്കര വെപ്രാളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പം എങ്ങനെയോ ഇവിടെ കൊണ്ടെത്തിച്ചു. ഈ ലൊക്കേഷൻ വരുന്നത് ജവഹർ ജംഗ്ഷനിലെ ഗ്രീൻ പേൾ ഗ്രൂമിങ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് നമ്മൾ ഹെയർ കട്ടിങ്ങും പിന്നെ നെയിൽസ് കട്ട് ചെയ്യാൻ പിന്നെ എന്തായിരുന്നു പിന്നെ നമ്മൾ അവൾക്ക് ചെവി ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനും പിന്നെ കുളിപ്പിക്കാൻ, ഇതെല്ലാം കൂടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. മുകളിൽ മുടി വെട്ടുന്ന കണ്ട് ചങ്ക് പൊട്ടിരിക്കുന്ന ഒരു അച്ഛനെയാണ് നിങ്ങൾ കാണുന്നത്. നല്ല കുട്ടി, നല്ല കുട്ടിയായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. എന്റെ ദൈവമേ, കരുണാമയനി, കാരുണ്യനിധിയായി അങ്ങ് എല്ലാം കാണുന്നുവല്ലോ. ചേച്ചി 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 ഇവിടെ ഇങ്ങോട്ട് അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഇപ്പോൾ ഈ കേട്ട കരച്ചിലൊന്നും റൂബിയുടെ അല്ല ഗൈസ്. അവിടെ ഒരുപാട് പെറ്റ്സ് ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചുകൂടെ കഴിയുമ്പോൾ. ഒരുപാട് പല പല വെറൈറ്റി പെറ്റ്സുകളുണ്ട് ഗൈസ്. സുന്ദരിയാവല്ലോ, സുന്ദരിയാവാലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ആൻറ്റി ഞങ്ങളോട് പറഞ്ഞു, മീൻസ് ഞങ്ങളിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റൂബി ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. ഓഫ് കോഴ്സ് അവൾ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഭയങ്കര പുന്നാരൊക്കെ കൂടുതലായിരിക്കും. അപ്പം ഞങ്ങൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ മീൻസ് ഓക്കെ ആയിട്ട് അവളെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പിന്നെ എന്തിനാണ് നമ്മളവിടെ നിൽക്കുന്നത്, വെറുതെ ഇനി അവരുടെ ജോലിക്കും കൂടെ അത് ഡിസ്റ്റർബൻസ് ആകും. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഒന്ന് കുറച്ചൊന്ന് പുറത്തൊക്കെ നടന്നിട്ട് വരാം. എന്തായാലും ഒരു അരമണിക്കൂർ കൂടുതലൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സമയം അവിടെ നിൽക്കാതെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ പുള്ളിക്കാരനെ കണ്ടത്. പുള്ളിക്കാരൻ ഇങ്ങനെ കാണുന്ന പോലൊന്നുമല്ല, ഒരു കില്ലാടിയാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട പുള്ളിക്കാരനില്ലേ, പുള്ളിക്കാരൻ ഞങ്ങളെ കണ്ടതും ജിംനാസ്റ്റിക്സ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാ ഈ ഒരു ലൊക്കേഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഗ്രൂമിങ് സെൻറ്റർ വരുന്നത് കേട്ടോ. പിന്നെ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാനായിട്ട് അടുത്തുള്ള ഐസ് ബേയിൽ കയറി. ഈ സ്നിക്കേഴ്സ് ഫ്ലേവറിൽ ഐസ്ക്രീമാണ് കഴിച്ചത്. പുറത്ത് ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റില്ല, ഗ്ലാസ്സിൽ കൂടെ ലൈറ്റ് അടിക്കുന്നുണ്ടോ, നമ്മളിങ്ങനെ ഉരുക്കി പോകുന്ന പോലത്തെ ചൂടാണ്. ഒരു ഐസ്ക്രീം കഴിച്ചപ്പോൾ എന്തൊരാശ്വാസം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കോളേജ് ജംഗ്ഷനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങി നടന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് റൂബി അവിടെ ആയതുകൊണ്ട് അവളെ വിട്ട് മാറി കുറേ നേരം നിൽക്കാൻ പറ്റത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് സമയത്തിന് മുമ്പേ ഞാൻ അങ്ങോട്ട് പോയി. ബൈ ദ വേ ഇതാണ് നമ്മുടെ ഗ്രൂമിങ് സ്റ്റുഡിയോ, ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുകളിലെത്തി ഗൈസ്. റൂബിക്കുട്ടിയുടെ അവസ്ഥ എന്തായെന്നൊരു ഐഡിയ ഇല്ല. ഞങ്ങളിങ്ങനെ പതുക്കെ ഞങ്ങളെ കണ്ടതിന് എന്താവും എന്നറിയാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ എത്തി നോക്കി നിൽക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് തന്നെ റൂബിയെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം റൂബിയെ കണ്ടപ്പോഴത്തേക്കും ഇത് റൂബിയാണോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നിന്നത്. വീട്ടിൽ ചെന്ന് ബാക്കി എല്ലാവരുടെയും റിയാക്ഷനും കൂടെ കാണുമ്പം കോമഡി ആയിരിക്കും ഗൈസ്. അങ്ങനെ റൂബിയെ കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്നു ഗൈസ്. അവളിതുവരെ ഞങ്ങളെ ഒന്ന് നേരെ ചെവ്വേ കണ്ടിട്ടില്ല. കണ്ടു കഴിയുമ്പോൾ അറിയാം ഇനി എന്തുണ്ട് റിയാക്ഷൻ എന്ന്. ചതിച്ചു അല്ലേ, ആ ഒരു റിയാക്ഷൻ ആയിരിക്കും. റൂബിയുടെ ഗ്രൂമിംഗ് ഒക്കെ കഴിയാറായി ഗായ്സ്. എങ്ങനെയുണ്ടെന്നുള്ള കാര്യമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. വല്ലാത്തൊരു ചേഞ്ച് ആയിപ്പോയി. അപ്പം നമുക്ക് വേറെ കുറച്ച് പേരെയും കൂടെ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാറായി ഗൈസ്. നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് 1200 രൂപയായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ കട്ട് ചെയ്ത്, നെയിൽ കട്ട് ചെയ്ത്, വാഷ് ചെയ്ത്, പിന്നെ എല്ലാം ചെവി ക്ലീൻ ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഗ്രൂം ചെയ്യിക്കാനുള്ള പെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. നമുക്ക് ഓരോരോ ആൾക്കാരുടെ റിയാക്ഷനായിട്ട് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് അച്ചാമ്മയുടെ റിയാക്ഷനാണ്. എന്തുവാ ഇത്? അയ്യേ, ഇതേത് കൊച്ച്? അയ്യോ കഷ്ട, എന്റെ പൊന്നേ. ഇതെല്ലാവരുടെ റിയാക്ഷൻ ഇതായിരിക്കും. Come, let's see the reaction. കരയണ്ട കരയണ്ട. അയ്യോ ഇത് റൂബിയാണോ? ഇത് വേറെ ആരുണ്ട്? അയ്യോ ഇത് റൂബിയാണോ? അയ്യോ എനിക്ക് വയ്യ. ഇത് റൂബിക്കുട്ടനാണോ? അയ്യോ ഇത് കണ്ടാ റൂബിയാണോ? ഭയങ്കര മാറിപ്പോയി. റൂബി കൊണ്ടുവന്നപ്പോ കണക്കത്തെ വിഷമമായിപ്പോയി. വിഷമിപ്പിക്കാടി അത് പറഞ്ഞ അതിന് വിഷമമാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. മുടിയെല്ലാം കൊണ്ട് വെട്ടിക്കളഞ്ഞ് അല്ലേ? എല്ലാരെയും പറ്റിച്ചു.
തല കാണിക്കൂ തല. ഓക്കെ, അപ്പോൾ റൂബിയുടെ ഒപ്പീനിയൻ എന്താണെന്നും കൂടെ കേൾക്കാം. എങ്ങനെയുണ്ട് റൂബി ഒപ്പീനിയൻ? മുടി വെട്ടിയിട്ട് കൊള്ളത്തില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടോ? മുടി വെട്ടിയിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം? എങ്ങനെയുണ്ട് റൂബി മുടി വെട്ടിയിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം? എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റൂബിയുടെ ഗ്രൂമിങ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. റൂബി പറ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് യെസ്, കമൻറ്റും കൂടെ ചെയ്തേക്കാം. അതാരാ അവിടെ വന്നേ? അപ്പോൾ നമുക്ക് ആരാ വന്നേന്നൊക്കെ നോക്കിയിട്ട് വരാം. ടാറ്റ പറ റൂബി, ടാറ്റ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.